ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം കേട്ടോ ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഹെയർ കെയർ പറയുമ്പോൾ എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കാൽപ്പിൽ ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ട് റൗണ്ട് റൗണ്ടായിട്ടെന്ന് പറയാൻ പറ്റില്ല. ബട്ട് യെസ്, ഡാൻഡ്രഫ് ഉണ്ട്. ഇങ്ങനെ സ്കെയിൽ പോലെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന രീതിക്ക് ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡാൻഡ്രഫ് മാറാൻ ഞാൻ ഒരുപാട് നാൾ മുമ്പേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ചൂട് കൂടുന്നതനുസരിച്ച് വീണ്ടും ഡാൻഡ്രഫ് കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഒരു കാര്യം എൻ്റെ മുടിയിൽ മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നാൽ കുറേ നാളായില്ലേ ഫുൾ ലെങ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ചാനലിലെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമുള്ളതാണെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പോലെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നിലായാലും ഹെയറിലായാലും ഒരുപാട് ഡാമേജസ് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഹെയർ കെയർ ചെയ്യാം, അല്ലെങ്കിൽ ഹെയർ കെയർ എന്ന് പറയാൻ പറ്റില്ല, ഡാൻഡ്രഫ് ഉള്ളവർ വീട്ടിലൊക്കെ പരീക്ഷിക്കുന്നൊരു റെമഡിയാണ്, ഒരു ഹോം റെമഡിയാണ്. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാനും ഇത് എൻ്റെ മുടിയിൽ ചെയ്ത് നോക്കിയത്. പക്ഷേ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മുടിക്ക് ഡാൻഡ്രഫ് പോവുകയല്ല, അല്ലാതെ ഹെയർ ഗ്രോത്തും ഒക്കെ വരാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഞ്ഞിവെള്ളം യൂസ് ചെയ്ത് നമ്മുടെ മുടിയിലെ ഡാൻഡ്രഫ് കളയുക. ഡാൻഡ്രഫ് മാത്രമല്ല, മുടിക്ക് ഗ്രോത്ത് കിട്ടാനും സ്ട്രെങ്തൻ ആവാനും ഇലാസ്റ്റിസിറ്റി കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് കഞ്ഞിവെള്ളം, അതായത് റൈസ് വാട്ടർ. ഇനി മലയാളത്തിൽ പറഞ്ഞ് അറിയാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ സോ അതുകൊണ്ടാണ് റൈസ് വാട്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് റൈസ് വാട്ടർ അല്ലെങ്കിൽ റൈസ് ക്രീം, കൊറിയൻ ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്രീമാണ് റൈസ് ക്രീം. സോ അങ്ങനെയൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഹെയറിനകത്തുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ യൂസേജ് കുറച്ച് ട്രെൻഡ് ഔട്ടായിട്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഞങ്ങളിത് എന്തുകൊണ്ട് വീണ്ടും കൊണ്ടുവന്നുകൂടാ, അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. സോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഞാനിപ്പോൾ തന്നെ നല്ലതായിട്ട് വിയർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചൂടിൻ്റെ പ്രത്യേകതയാണ്. സോ മൈൻഡ് ആക്കണ്ട. അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഒരുപാട് പേര് ചെയ്ത് പ്രൂഫ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. സോ കഞ്ഞിവെള്ളം മാത്രമല്ല കേട്ടോ, 3 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. കഞ്ഞിവെള്ളം, ഉലുവ പ്ലസ് നമ്മുടെ കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവോള ആയാലും കുഴപ്പമില്ല, എന്തുമായാലും ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ്. സോ ഇത് 3 ചിലപ്പോൾ ചിലർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈസ് വാട്ടർ നമ്മുടെ കഞ്ഞിവെള്ളം തലേന്നത്തെ എടുത്ത് വെച്ചിട്ട് അത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്ത് അതിൽ ഉലുവായിട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം യൂസ് ചെയ്യാവുന്നതാണ്. അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ രാവിലെ വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളം ഇരിപ്പുണ്ട്, ബാക്കിയുണ്ട്, ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ സോ അതിനകത്ത് ഉലുവായിട്ട് വെച്ചിരിക്കുക. വൈകിട്ട് ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് കുളിക്കാൻ പോകുന്നത് അതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഈ 3 ഇൻഗ്രീഡിയൻ്റ് കൂടി വെച്ചിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഷാമ്പൂ യൂസ് ചെയ്തോ, അല്ലെങ്കിൽ ഷാമ്പൂ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെയോ, അല്ലെങ്കിൽ താളി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ താളി യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി കളയുക. അപ്പം നല്ലൊരു ഹെയർ പാക്കെന്ന് വേണമെങ്കിൽ പറയാം. സോ എൻ്റെ ആയുധം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതാണ് ആയുധം. ഇതൊരു കുഞ്ഞ് സ്പ്രേ ബോട്ടിലാണ്. ഈ ഒരു സ്പ്രേ ബോട്ടിൽ നമ്മൾ കഞ്ഞിവെള്ളം, ഉലുവ ആൻഡ് കൊച്ചുള്ളി ഇട്ട് വെച്ച ആ ഒരു വെള്ളം നമ്മൾ ഇതിനെടുത്ത് വെച്ചിട്ട് ഇത് നമ്മൾ സ്കാൽപ്പിലോട്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആയുധം. സോ എല്ലാവരും കണ്ടോ, ഇതൊരു കുഞ്ഞു ബോട്ടിലാണ്. സോ ഇതിനേക്കാളും വലിയ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ വലുത് ചെയ്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഈ സ്കാൽപ്പിലോട്ട് വീഴാതെ ഇങ്ങനെ എല്ലായിടത്തുമായിട്ട് തെറിച്ച് വീഴുന്നുണ്ട് മുടിയിലോട്ടൊക്കെ. അപ്പോൾ അത് എനിക്കൊരു സുഖമായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ചെറിയ ബോട്ടിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുടിയിലെ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് മിററിൽ കൂടെ നോക്കുന്നുണ്ട് കാര്യം, എന്നാലും നമുക്ക് സ്കാൽപ്പിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആദ്യമേ മുടി മൊത്തം നമ്മൾ മൊത്തം കളഞ്ഞ് ഡീടാങ്കിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചെയ്തിട്ട് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓയിൽ കൊടുത്താലും മതി, ഓയിൽ ചെയ്താലും മതി. കൂടുതലും ഓയിൽ ചെയ്തിട്ട് ഇടുന്നതാണോ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ ചെയ്താലും ഈ ഒരു സാധനം നമ്മുടെ മുടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏത് സൈഡ് വകവോ വൗരോ, ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ കൊല്ലം സൈഡിലോട്ടൊക്കെ വൗരം എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. സോ നമ്മൾ കറക്റ്റായിട്ട്
പാർട്ടീഷൻ ചെയ്ത് വയ്ക്കുക. പാർട്ടീഷൻ ഞാനിപ്പോൾ നടുക്കൂടെ പാർട്ടീഷൻ ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പം. അതുകൊണ്ട് ഞാൻ നടുക്കൂടെ പാർട്ടീഷൻ ചെയ്തിട്ട് പതുക്കെ ഇത് യൂസിങ് നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നെറ്റിൽ കൂടെ ഒക്കെ ഒഴുകുന്നുണ്ട്, പക്ഷെ സാരമില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒഴിക്കുന്ന സ്കാൽപ്പിലൂടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് പോയാൽ മതി. അത് നല്ലോണം സ്കാൽപ്പിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ വന്ന് ചെയ്യുന്നത്. സോ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്കാൽപ്പ് മസാജർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ എനിക്കിതിങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം, കൂടുതൽ കൺവീനിയൻസ്. സോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ മൊത്തം നമുക്ക് പാർട്ടീഷൻ ചെയ്ത് മുടിയിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ട് തിരിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, നമ്മൾ തലയിൽ ഒരുപാട് നേരം വെള്ളം കിടക്കുക, അല്ലെങ്കിൽ നീരിളക്കം പോലെ നീര് ഇറങ്ങിയിട്ട് കഴലയൊക്കെ പൊങ്ങുന്ന അത്തരം ശീലങ്ങൾ അല്ലെങ്കിൽ അത്തരം കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം തലയിൽ ഇത് വച്ചിരിക്കേണ്ട. ജസ്റ്റ് ഇങ്ങനെ അഴിച്ചിട്ടേക്കാം. കാരണം പനി അല്ലെങ്കിൽ ജലദോഷമൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ചെയ്യുമ്പോൾ. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഉള്ളി ഉലുവയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനൊരു ഒരു വൃത്തികെട്ടൊരു മണമാണ്. അപ്പോൾ ആ ഒരു മണം നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ പുറത്ത് പോകുന്ന ഒരാളാണെങ്കിൽ കൺഫേം ആയിട്ട് കഴുകി കളഞ്ഞേ പറ്റൂ. കാര്യം ഷാമ്പൂ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കളയണം. അല്ല നമ്മൾ വീട്ടിൽ ഇരിക്കുന്നൊരു എന്നെപ്പോലൊരു വീട്ടമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മണമൊന്നും ഹൂ കെയർസ് എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തതിനും കുഴപ്പമില്ല. നല്ലോണം വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ പോലുള്ള കണ്ടീഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിവെക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ഈ ഒരു ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴേലും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ തലയിൽ യൂസ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് റോസ്മേരി വാട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ എന്ത് ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിലും ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് കഞ്ഞിവെള്ളം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കഞ്ഞിവെള്ളം ഉറപ്പായിട്ടും ആഡ് ചെയ്യുക. കഞ്ഞിവെള്ളം നല്ലൊരു ഹെൽത്തി ഹെയർ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ ഇത് ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ മുടി കെട്ടി വെച്ചപ്പോൾ എനിക്ക് ചെറുതായിട്ട് തലവേദനിക്കുന്നത് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അഴിച്ചിട്ടത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അങ്ങനെ വേണമെങ്കിലും ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ റൈസ് വാട്ടർ, ഫെനുഗ്രീക്ക് അഥവാ ഉലുവ, ആൻഡ് ലാസ്റ്റ് വൺ ഓണിയൻ അല്ലെങ്കിൽ കൊച്ചുള്ളി, ഇത് 3 ഇതിൻ്റെ ഹെയർ ഗ്രോത്തും അല്ലെങ്കിൽ ഹെയറിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം നമ്മളിത് ഉറപ്പായിട്ടും ഡാൻഡ്രഫ് പോകാൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ റൈസ് വാട്ടറിന് ഡാൻഡ്രഫ് കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാനുള്ള ഒരുപാട് എബിലിറ്റി ഉണ്ട്. ദെൻ മുടിയുടെ സ്ട്രെങ്ത് കൂട്ടാൻ, ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ, അതായത് പെട്ടെന്നൊന്നും വലിച്ചാൽ പൊട്ടാതിരിക്കാനുള്ള പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് എബിലിറ്റി ഉള്ളതാണ് റൈസ് വാട്ടറിന്. ആൻഡ് ഡാമേജ് മിനിമൈസ് ചെയ്യും. ദെൻ സ്ട്രാൻഡ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ആവും. ഒരു സിൽക്കി ഹെയർ കിട്ടും. അത് ഭയങ്കര റിസൾട്ട് തരുന്നൊരു കാര്യമാണ്. കാര്യം ബിഫോർ മാരേജ് തൊട്ടേ ഞാൻ ഈ ഒരു ഹെയർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം ആഫ്റ്റർ ഡെലിവറി ഇന്നാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ ഇതിന് മുമ്പ് ചെയ്തപ്പോഴൊക്കെ നല്ല റിസൾട്ടായിരുന്നു. സിൽക്കി ഹെയറൊക്കെ നല്ല വൃത്തിയായി നല്ലൊരു സിൽക്ക്നെസ് മുടിക്ക് കിട്ടുന്നുണ്ട്. ഒരു ഗ്ലോയി ഫീല് കിട്ടും നമ്മുടെ മുടിക്ക്. വീക്ക്ലി ഒരു ത്രൈസ് യൂസ് ചെയ്താൽ മാത്രം മതി. ആൻഡ് അടുത്തെന്ന് പറയുമ്പോൾ ഉലുവ നമ്മൾ ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഉലുവ ഫെനുഗ്രീക്ക് ഓയിൽ എന്നൊക്കെ പറയാം. നമുക്കിപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറമിലൊക്കെ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. സോ ഉലുവയിൽ
ഡാൻഡ്രഫും ഹെയർ ഫോളും കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസും നിക്കോട്ടിനിക് ആസിഡ്സും ഉണ്ട്. സോ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നല്ലോണം സ്കാൽപ്പ് മസാജ് ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കൈവച്ചാണെങ്കിലും സ്കാൽപ്പ് മസാജർ വെച്ച് യൂസ് ചെയ്താലും ഒക്കെ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. സോ ഉലുവ ഒരുപാട് നമ്മളെ കഷണ്ടി ഉണ്ടല്ലോ, കഷണ്ടി വരാതിരിക്കാൻ അല്ലെങ്കിൽ നെറ്റ് കെയറിലൊക്കെ കുറയ്ക്കാൻ, ബാൽഡ് ആവാതെ നമ്മുടെ ഹെയർ ബാൽഡ്നെസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫെനുഗ്രിക്. അതുപോലെ തന്നെ ഹെയർ തിന്നിങ്, നമ്മുടെ മുടിക്ക് ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി തന്നെ മുടി ഭയങ്കരമായിട്ട് തിന്നാവുന്നുണ്ട്, വോളിയം കുറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വോളിയം കുറയുന്നത്, തിന്നസ് കുറയുന്നതിന് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത ഓണിയൻ. നമ്മളിപ്പോൾ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഓണിയൻ ഹെയർ ഓയിലും ഓണിയൻ ഷാമ്പൂ, ഓണിയൻ കണ്ടീഷണറും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അതൊന്നും വാങ്ങിക്കാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ അഫോർഡ് ചെയ്യാനോ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മളെല്ലാവരും ഉള്ളി മേടിക്കുന്ന ആൾക്കാർ. സോ ആ ഉള്ളിയും കഞ്ഞിവെള്ളവും യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ഹെയറിന് വേണ്ട ആവശ്യമുള്ള എല്ലാ പ്രോട്ടീൻസും നമുക്ക് കിട്ടുന്നതാണ് ഓണിയനിൽ നിന്ന്. സോ എന്താണ് ഓണിയൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണിയനിൽ സൾഫർ എന്ന് പറഞ്ഞൊരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ സൾഫർ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സാധനം. സോ സൾഫർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ലോസ് കുറയ്ക്കും, ഹെയർ ഫോൾ കുറയ്ക്കും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടും. ഈ ഒരു സൾഫറിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന മാറ്റം എന്നാൽ ഹെയർ ഗ്രോത്ത് നല്ലോണം പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഹെയർ ലോസ് നല്ലോണം കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫർ കൊളാജൻ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. കൊളാജൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ക്രീംസും സ്കിൻ കെയറിലും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് കൊളാജൻ. സോ കൊളാജൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് സൾഫർ. സോ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഹെൽത്തിനും സ്കിൻ കെയറിനും ഒക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ അത് പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ ഓണിയനിലുള്ള സൾഫറിന് പറ്റും. സോ ഓണിയൻ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ റൈസ് വാട്ടറിനോട് നമ്മുടെ ഹെയർ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയൊക്കെയാണ് ഈ 3 ഇൻഗ്രീഡിയൻസിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ്. പിന്നെ ഓഫ് കോഴ്സ് 3 ഒരുപോലെയുള്ളതാണ് ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാൻ. സോ എൻ്റെ തലയിൽ ഡാൻഡ്രഫ് എങ്ങനെയാണ് റൗണ്ട് ആയിട്ടുള്ളത്. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഡാൻഡ്രഫ് ആ ഭാഗത്ത് നമുക്ക് വിസിബിൾ ആവത്തേയില്ല. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ കാണിച്ചാണ്. സോ ആ ഒരു വീഡിയോ അതിനകത്തുണ്ട്. സോ നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം, ആ ഒരു കഴുകി മുടി ഉണങ്ങിയതിന് ശേഷം നോക്കുക പിന്നെ അതുപോലെ ഡാൻഡ്രഫ് ഉണ്ടോ എന്ന്. സോ വീക്ക്ലി ഒരു ത്രൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട്, അമേസിങ് റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു റൈസ് വാട്ടർ ടെക്നിക്കാണ് ഇത് ഹെയറിൽ ചെയ്യാൻ പറ്റുന്നത്. സോ അപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഇതൊരു ഹെയർ ഡാൻഡ്രഫ് കുറയ്ക്കാൻ മാത്രമല്ല, ഹെയർ ഫോളും പിന്നെ ബാലൻസും പിന്നെ ഒരുപാട് നറിഷ്മെൻറ്റ്സ് ഹെയറിന് കൊടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു വാട്ടറാണ്. റോസ്മേരി വാട്ടറൊക്കെ പോലെ തന്നെ അതിനേക്കാളും ചിലപ്പോൾ അമേസിങ് റിസൾട്ട്സ് തരാൻ കഴിവുള്ളൊരു റൈസ് വാട്ടർ ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു റൈസ് വാട്ടർ റെമഡിയാണ് ഞാനിപ്പോൾ ഹെയറിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി എന്നെപ്പോലെ ഇതുപോലെ ഡാൻഡ്രഫ് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഉള്ള വീഡിയോസ് ഞാൻ അടുത്തായിട്ട് കണ്ടിന്യൂ ചെയ്തിരുന്നതാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.